ആൺപെൺ ഭേദമില്ലാതെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. ചെറിയ രീതിയിൽ മുടി കൊഴിയുന്നത് സാധാരണമാണ്. എന്നാൽ അമിതമായി മുടി കൊഴിയുന്നത് പലർക്കും ടെൻഷൻ ഉണ്ടാക്കും. 30 വയസ്സിന് ശേഷം മുടി കൊഴിയുന്നതും കഷണ്ടിയുടെ ലക്ഷണങ്ങൾ കാണുന്നതും സാധാരണമാണെന്ന് ഡെർമറ്റോളജിസ്റ്റുകൾ പറയുന്നു. സമ്മർദ്ദം, ഹോർമോൺ മാറ്റം, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, പാരമ്പര്യം തുടങ്ങിയവ ഈ പ്രായത്തിലെ മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണങ്ങളാണ്. കരിയർ, കുടുംബം, വ്യക്തിഗത ഉയർച്ച എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് ഓരോരുത്തരുടെയും 30കൾ കടന്നു പോകുന്നത്. സമ്മർദ്ദം കൂടുന്നത് കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും രോമകൂപങ്ങളിലേക്കുള്ള പോഷകങ്ങളുടെ ആഗിരണം കുറയ്ക്കുകയും ചെയ്യുമെന്ന് ഡോക്ടർമാർ പറയുന്നു. ശരിയായ ഉറക്കം നഷ്ടമാകുന്നതും മുടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നും ഡോക്ടർമാർ പറയുന്നു. സമ്മർദ്ദം ചിലരുടെ തലയോട്ടിയിലെ പേശികൾ ചുരുങ്ങാൻ കാരണമാകും. ഇത് ഹെയർ ഫോളിക്കുകളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയും മുടി കൊഴിച്ചിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. മുടിയുടെ ആരോഗ്യത്തിന് ഹോർമോണുകളുടെ പങ്ക് വളരെ വലുതാണ്. വിട്ടുമാറാത്ത സമ്മർദ്ദം ഹോർമോൺ ബാലൻസ് തകിടം മറിക്കുന്നു. സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും സ്ട്രെസ് ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും. സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ വർധനവ് മുടി കൊഴിച്ചിലിന് കാരണമാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു. മുടി കൊഴിച്ചിലിന്റെ മറ്റൊരു പ്രധാന കാരണമാണ് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ. ക്രമരഹിതമായ ഉറക്കം, ഭക്ഷണക്രമം, പുകവലി, കാപ്പി എന്നിവയുടെ അമിത ഉപയോഗവും മുടിയുടെ ഫോളിക്കിളുകൾക്ക് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും ലഭിക്കാത്തതിന് കാരണമായേക്കാം. 30കളിലെ മുടി കൊഴിച്ചിൽ പലപ്പോഴും അയൺ, പ്രോട്ടീൻ, വിറ്റാമിൻ ഡി, ബി വിറ്റാമിൻ കുറവുകളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കൂടാതെ മുടിയിൽ നടത്തുന്ന ട്രീറ്റ്മെന്റുകൾ, ഇടയ്ക്കിടെ കളർ ചെയ്യുക, അമിതമായ സ്റ്റൈലിംഗ് എന്നിവയും മുടിയുടെ ആരോഗ്യത്തെ ദുർബലപ്പെടുത്തും. ഇത് മുടിയുടെ ഉള്ളു കുറയാൻ കാരണമാവുകയും ചെയ്യും. മുടി കൊഴിച്ചിലിന് ജനിതകപരമായ കാരണങ്ങളും പ്രധാന ഘടകമാണ്. 30കളിൽ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് നല്ലതായിരിക്കും. അടുത്ത ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും നേരത്തെയുള്ള മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിനുള്ള സാധ്യതയുണ്ട്. മുടി കൊഴിയുന്നു എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കാതെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. മുടിയുടെ ആരോഗ്യത്തിന് പോഷക സമൃദ്ധമായ ഭക്ഷണക്രമം ആരംഭിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. കൂടാതെ ആഴ്ചയിൽ 2 തവണയെങ്കിലും മുടിയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്യാം. ഇതിനു പുറമെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. യോഗയോ മറ്റ് ചെറിയ വ്യായാമങ്ങളോ ശീലിക്കുന്നത് കോർട്ടിസോളിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. പോഷകങ്ങൾ അടങ്ങിയ ആഹാരം കഴിക്കുക, സമയത്ത് ഉറങ്ങുക, വ്യായാമത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്നിവയിലൂടെയും മുടി കൊഴിച്ചിലിന് കുറവ് തോന്നുന്നില്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണുകയും ചികിത്സ തേടുകയും ചെയ്യണം.